കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും. ഇടവിട്ടുണ്ടാകുന്ന ശക്തമായ മഴയും ഗംഗാവലി നദിയിലെ അടിയൊഴുക്കും തെരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. 8ാം ദിവസത്തെ തിരച്ചിൽ പൂർത്തിയായപ്പോഴും അർജുനും ലോറിയും കാണാമറയത്ത് തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽക്ക് ആർമിയും നേവിയും ഒപ്പം തന്നെ ദുരന്ത നിവാരണ ഏജൻസിയും സംയുക്തമായിട്ടുള്ള തിരച്ചിലാണ് നടന്നത്. പ്രധാനമായും 2 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇന്ന് തിരച്ചിൽ നടന്നത്. ഒന്ന് മണ്ണിടിഞ്ഞ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റുള്ള വലതുഭാഗത്തുള്ള ഈ നദിയുടെ തീരത്ത് മണ്ണടിഞ്ഞുകൂടിയ സ്ഥലമുണ്ട്. അവിടെ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടന്നു. മറ്റൊന്ന് ഈ നദിയിലേക്ക് ഗംഗാവാലി നദിയിലേക്ക് ഒരു 125 മീറ്റർ മാറി വലിയ മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. മണ്ണ് ഇടിഞ്ഞു വന്ന മണ്ണ് അവിടെ കൂടി മൺതിട്ട രൂപപ്പെട്ടതാണ്. ആ മൺതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടത്തിയിട്ടുള്ളത്. ഡീപ്പ് സെർച്ച്, മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആർമി അവിടെ പരിശോധന നടത്തിയത്. അതേസമയം തന്നെ നേവിയുടെ നേതൃത്വത്തിലും നദിയിൽ പരിശോധന നടന്നു. സ്കൂബ വിങ് ഡൈവിംഗ് ഉൾപ്പെടെയുള്ള ആ വിങ് അവിടെ പരിശോധന നടത്തി. ഏറ്റവും പ്രധാനമായും ഇന്ന് ഈ ഒരു ദൗത്യത്തിന് തടസ്സമായത് പല തവണയായി മഴ, അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അത് കാരണം പലപ്പോഴും തിരച്ചിൽ നിർത്തിവെക്കേണ്ടതായി വന്നു. മറ്റൊന്ന് ഈ ഗംഗാവാലി നദിയിലെ അതിശക്തമായ അടിയൊഴുക്ക്, അതും ഈ തിരച്ചിലിന് തടസ്സമായി. ഊബ ഡൈവേഴ്സ് പറഞ്ഞത് ഒരു സ്ഥലത്ത് വെള്ളത്തിലേക്ക് മുങ്ങിയാൽ അവിടുത്തെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ 20 മീറ്ററോളം അപ്പുറത്തേക്ക് മിനിറ്റുകൾക്ക് ഉള്ളിൽ ഒഴുകി പോകുന്ന തരത്തിൽ അത്രയും ശക്തമായ അടിയൊഴുക്കാണ് ഗംഗാവാലി നദിയിലുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കനത്ത മഴയും ഈ പറയുന്ന അടിയൊഴുക്കും പല തവണയായി ഈ തിരച്ചിലിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ഇനിയുള്ള തിരച്ചിൽ എന്ന് പറയുന്നത് തിരച്ചിൽ ഇനി നാളെ പുനരാരംഭിക്കുമ്പോൾ അത് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 60 അടി ആഴത്തിൽ മണ്ണ് മാന്താൻ കഴിയുന്ന ബൂം മെഷീൻ, അത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ആഴത്തിൽ മണ്ണ് മാന്താൻ കഴിയും. ഈ കാര്യം വ്യക്തമാക്കിയത് കാർവാർ MLA ആയിട്ടുള്ള സതീഷ് സെയിൽ MLA ആണ്. അദ്ദേഹം ഈ ഇന്നത്തെ തിരച്ചിലിന് ശേഷം ഉദ്യോഗസ്ഥരുമെല്ലാമായി ചർച്ച നടത്തി. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും നാളെ ഉണ്ടാകുന്ന പുരോഗതി 60 അടിയിൽ മണ്ണ് മാന്താൻ കഴിയുന്ന സംവിധാനം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നദിയിൽ ആഴത്തിൽ മണ്ണുമാന്തി പരിശോധിക്കാൻ കഴിയും എന്നുള്ളതാണ് നാളത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ നദി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവിടെ അടിഞ്ഞ മണ്ണ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും നാളത്തെ തിരച്ചിൽ നടക്കുന്നത്. അതുപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിക്കും എന്നാണ് സതീഷ് സെയിൽ MLA വ്യക്തമാക്കിയത്.